ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കാൻഡൻ ടോക്സ്. അടുത്തൊരു കഥ കേട്ടാലോ. ഒരു രാജാവ് അത്ഭുത സിദ്ധിയുള്ള ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു, മരിക്കാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഗുരു ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ മലയിൻ്റെ അപ്പുറത്ത് ഒരു തടാകമുണ്ട്, ആ തടാകത്തിൽ വെള്ളം കുടിച്ചാൽ മതി. ഇത് കേട്ട് രാജാവ് മല കടന്ന് തടാകത്തിൽ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ തടാകത്തിൻ്റെ അരികിൽ ഒരു വയസ്സൻ കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അരുത്, കുടിക്കരുത് ആ വെള്ളം കുടിച്ചിട്ട് ഞാനിപ്പോൾ 130 വയസ്സായി, ഞാൻ ഇതുവരെയും മരിച്ചിട്ടില്ല, ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? രാജാവിന് മനസ്സിലായി ഇതത്ര സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമല്ല. തിരിച്ച് ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, വാർദ്ധക്യത്തിലേക്ക് പോവാതെ യുവാവായിട്ട് തന്നെ എനിക്ക് ജീവിക്കണം, മരിക്കാതെ എനിക്ക് അനേക വർഷക്കാലം ജീവിക്കാൻ പറ്റണം, അതിനുള്ള ഉപാധി എന്താണെന്ന് ചോദിച്ചു. ഒന്ന് ചിന്തിച്ചിട്ട് ഗുരു പറഞ്ഞു, അങ്ങ് ആ 2 മലകൾ കണ്ടില്ലേ, അത് കടന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു തടാകമുണ്ട്, ആ തടാകത്തിലെ വെള്ളം കുടിച്ചാൽ യുവാവായിട്ട് തന്നെ അങ്ങ് മരണമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇത് കണ്ട് അദ്ദേഹം മലകളൊക്കെ കടന്ന് തടാകത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ കാണുന്ന കാഴ്ച വേറൊന്നാണ്. 2 യുവാക്കൾ ഭയങ്കരമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജാവ് അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? അവരുടെ മറുപടി കേട്ട് രാജാവ് അന്തം വിട്ടുപോയി. ഒരാൾ പറഞ്ഞു, ഇതാണ് എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് 130 വയസ്സായി, എനിക്ക് 100 വയസ്സായി, എൻ്റെ അച്ഛന് 130 വയസ്സായി, ഇതുവരെയും അദ്ദേഹം എനിക്ക് എൻ്റെ സ്വത്ത് തന്നിട്ടില്ല. അപ്പോൾ ഇവർ യുവാക്കളായി തന്നെ 120 130 വർഷമായിട്ട് ജീവിക്കുകയാണ്, പരസ്പരം സ്വത്തിന് വേണ്ടി കലഹിക്കുകയാണ്. രാജാവിന് ഒരു കാര്യം മനസ്സിലായി, തുടങ്ങി വെച്ചതെന്തും അവസാനിച്ചില്ലെങ്കിൽ അരോചകമാണെന്നുള്ളതാണ് പ്രപഞ്ച സത്യം. ഇത് രാജാവിന് ബോധ്യപ്പെട്ടു. ഉണ്ടായതൊക്കെയും നശിക്കണം, അതുപോലെ തന്നെ ഇല്ലാത്തത് എന്തൊക്കെയാണോ അതൊക്കെ പുതിയതായിട്ട് ഉണ്ടാവുകയും വേണം. അതാണ് ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഒന്നും എക്കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാത്തിനോടും ഒരു വില ഉണ്ടാവുന്നത്. സ്നേഹത്തിന് വിലയുള്ളതൊക്കെ അതുകൊണ്ടാണ്. മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹത്തിൻ്റെ ആയുസ് വളരെ കുറവാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു ഊഷ്മളത ഉള്ളത് ഈ തിരിച്ചറിവ് തന്നെയാണ്. 2-3 തലമുറകളെ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലത്തിൽ പല ജീവിതഘട്ടങ്ങളുണ്ട്. ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ ഈ എല്ലാ കാലഘട്ടങ്ങളും നമ്മുടെ ആയുസ്സിലുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് ഈ കാലഘട്ടങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള വൈകാരികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ശൈശവം മാത്രമാണുള്ളത്, നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമ്മൾ ശിശുവായിട്ടാണ് ഇരിക്കണമെങ്കിൽ ഈ യൗവനത്തിൻ്റെയും കൗമാരത്തിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമുക്കുണ്ടാവുമോ? വാർദ്ധക്യം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളെങ്കിലോ എത്ര നാൾ നമ്മളിങ്ങനെ മുട്ടിലെഴഞ്ഞ് നടക്കേണ്ടി വരും? അപ്പോൾ മനോഹരമായിട്ട് വൈവിധ്യം നിറഞ്ഞ ഒരു കാലഘട്ടമാണ് നമ്മുടെ മനുഷ്യായുസ് എന്ന് പറയുന്നത്. ജീവിക്കുന്നിടത്തോളം കാലം എല്ലാ ഘട്ടങ്ങളും വളരെ ആസ്വദിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം. മരണം ഒരു സത്യമാണെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനും കഴിയണം. എന്തെങ്കിലുമൊക്കെ ജീവിതം അവസാനിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി എളിമയും ഒരു നന്മയും ഒക്കെയുള്ള ആളുകളായിട്ട് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നാളെ കാണാം. എക്സ്പെക്ട് നത്തിങ് ആൻഡ് അപ്രീഷിയേറ്റ് എവറിഥിങ്. സീ യു, ബൈ.